Hi! So, this video is basically to show you or tell you my pregnancy skincare routine. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഇട്ടാൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കൂടുതലും വാട്ട് മൈ ഫോളോവേഴ്സ് ആർ ആസ്കിങ് മീ ഇസ് പ്രഗ്നൻസി സ്കിൻ കെയർ റൂട്ടീനാണ്. ആൻഡ് ഇതുവരെ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. സോ ഐ തോട്ട് ഐ ഡു വൺ. സോ ബേസിക്കലി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം കുറച്ചൊക്കെ പ്രൊഡക്ട്സൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്, ബട്ട് നോട്ട് എവറിഥിങ്. അപ്പോൾ ഐ ഷോ യു വാട്ട് ഇറ്റ് ഈസ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് മോയ്സ്ചറൈസർ. ഇപ്പോൾ ഞാൻ യൂഷ്വലി മോർണിംഗ് റൂട്ടീൻ, നൈറ്റ് റൂട്ടീൻ അങ്ങനെ ഡെയിലി ഫോളോ ഒന്നും ചെയ്യാറില്ല. പക്ഷെ എന്നാലും വല്ലപ്പോഴും നമുക്ക് പറ്റുമ്പോൾ, എസ്പെഷ്യലി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയപ്പോൾ പ്രത്യേകിച്ച് വേറെ അധികം പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്കിൻ കെയർ റൂട്ടീൻ നോക്കാമെന്ന് ഓർത്തു. സോ മോയ്സ്ചറൈസർ ഐ യൂസ് ടു യൂസ് ഡോട്ട് ആൻഡ് കീ ബ്രാൻഡിൻ്റെ ഞാൻ യൂസ് ചെയ്തിരുന്നു. ഇതായിരുന്നു. This is gel moisturizer. This is almost തീരാറായി, and this is my second one. And so I bought recently this one. ഇത് fragrance free barrier repair moisturizer എന്ന് പറഞ്ഞിട്ട് ഉള്ളതാണ്. ഞാനിത് മേടിച്ച് നോക്കി. സോ ഐ എം ലൈക്ക് ഇതിപ്പം ഇടാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് വാസ് ദിസ് ജെൽ മോയ്സ്ചറൈസർ. ഓക്കെ, സോ വാട്ട് ഐ ഡു ഇൻ ദ മോർണിംഗ് ഈസ് യൂസ് ദിസ് മോയ്സ്ചറൈസർ ഫസ്റ്റ് തിങ്. അതും ഡെയിലി അല്ല, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് തോന്നുമ്പോഴൊക്കെ എടുത്ത് തേക്കാം. മോയ്സ്ചറൈസർ അല്ലേ, ഭയങ്കര നല്ലൊരു സാധനമാണ്. പിന്നെ ബിഫോർ ബീങ് പ്രഗ്നൻറ്റ് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യായിരുന്നു. അപ്പം ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു സൺസ്ക്രീൻ യൂസ് ചെയ്യരുത്, ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ് യൂസിങ് വൈൽ പ്രഗ്നൻറ്റ് ബിക്കോസ് യു നീഡ് എ ലോട്ട് ഓഫ് വൈറ്റമിൻ ഡി ഇൻ യുവർ ബോഡി പ്രഗ്നൻസി സമയത്ത്. അപ്പം ഞാൻ സൺസ്ക്രീൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. ആൻഡ് ഓൾസോ ഡ്യൂറിങ് പ്രഗ്നൻസി നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവുന്ന പോലെ ഫീൽ ചെയ്യും. So moisturizing is very important thing. And even while going out, ഇപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ട് യൂഷ്വലി ഐ യൂസ് ടു പുട്ട് സൺസ്ക്രീൻ ആഫ്റ്റർ ദാറ്റ്. പക്ഷേ ഇപ്പോൾ ഞാനത് ചെയ്യാറില്ല കേട്ടോ. പക്ഷേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സൺസ്ക്രീൻ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിരുന്നു. സോ ഈ 2 ഞാൻ യൂസ് ചെയ്തിരുന്നത്. SCREL ഇതിൻ്റെ SPF 50 ഈ ഒരു സൺസ്ക്രീനും ഇതെനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ്. പിന്നെ ഡോട്ട് ആൻഡ് കീയുടെ ഈ സൺസ്ക്രീനും. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് നൗ ഐ എം നോട്ട് യൂസിങ് ഇറ്റ്. ഡ്യൂറിങ് പ്രഗ്നൻസി ഡോണ്ട് യൂസ് സൺസ്ക്രീൻ. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആണ് ഷീറ്റ് മാസ്ക്. ഈ ഷീറ്റ് മാസ്ക് ദിസ് ഇസ് മൈ ഫേവറേറ്റ്. ലൈക്ക് ദിസ് ഇസ് പ്രഗ്നൻസി ഫ്രണ്ട്ലി. സോ ദെൻ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷവും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ആൻഡ് ദിസ് ഇസ് പല ഫ്ലേവേഴ്സ്, സോറി നോട്ട് ഫ്ലേവേഴ്സ്, പക്ഷെ എന്നാലും വാട്ട് യു കോൾ ഇറ്റ്. ഇതിനകത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഗ്രീൻ ടീ ആട്ടോ. ലൈക്ക് നമ്മളിത് ഇട്ട് അടുത്ത ദിവസം യു വിൽ ആക്ച്വലി ഫീൽ എ ഗ്ലോ ഇൻ യുവർ ഫേസ്. അപ്പം ഇത് എൻ്റെ ഒരു മെയിൻ സംഭവമാണ് എൻ്റെ സ്കിൻ കെയറിൽ. ആൻഡ് ഐ യൂസ് ദിസ് ഒരു 2 to 3 വീക്സ് ഗ്യാപ്പിൽ ഞാൻ ഒരു ഷീറ്റ് മാസ്ക് ഇടും. അങ്ങനെ അടുപ്പിച്ച് അധികം ഇടില്ല, എന്തും ഓവറായാൽ കുറച്ച് പ്രശ്നമാണ് ഗൈസ്. ആൻഡ് ലെറ്റ്സ് കം ടു ദ ഫേസ് വാഷ് തിങ്. ആൻഡ് ഫേസ് വാഷും ഐ യൂസ് ടു യൂസ് ദിസ് വൺ ഡോട്ട് ആൻഡ് കീ before pregnancy. This is pregnancy friendly. പ്രശ്നമില്ല, ഡോട്ട് ആൻഡ് കീ ബ്രാൻഡ് ഇസ് pregnancy friendly. പക്ഷേ നോട്ട് എവറി പ്രൊഡക്ട്സ്, അത് നമ്മൾ റിസർച്ച് ചെയ്യണം കേട്ടോ. ഞാൻ ആ യൂസ് ചെയ്ത ഫേസ് വാഷ് വാസ് pregnancy friendly. പക്ഷേ ദെൻ ഐ കെയിം അക്രോസ് എ ന്യൂ ബ്രാൻഡ് കോൾഡ് ഒറിമി, അങ്ങനെ ഞാൻ തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യണേ. ദിസ് ബ്രാൻഡ്, ഇതിൻ്റെ കുറേ പ്രൊഡക്ട്സ് ഞാൻ മേടിച്ചു. ദിസ് ഈസ് ദ ഫേസ് വാഷ്. ദിസ് ഇസ് മൈ സെക്കൻഡ് വൺ. ഓക്കെ, ഇതെന്ന് വെച്ചാൽ നമുക്ക് ലൈക്ക് ഐ കൻ ആക്ച്വലി ഫീൽ ദ ഡിഫറൻസ് ബിക്കോസ് ദിസ് ബ്രാൻഡ് ഇസ് കംപ്ലീറ്റ്ലി പ്രഗ്നൻസി ഫ്രണ്ട്ലി. ലെറ്റ് ഇറ്റ് ബി ഫേസ് വാഷ്, ലെറ്റ് ഇറ്റ് ബി ഫേസ് സിറം, പിന്നെ ബംപ് ഹൈഡ്രേറ്റിംഗ് ക്രീം, ഓയിൽ, എല്ലാം പ്രഗ്നൻസി ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഞാനിത് മേടിച്ച് നോക്കിയതാണ്. ആൻഡ് ഐ ഷുഡ് സേ നോബഡി റെക്കമെൻഡഡ് ദിസ് ടു മീ. പക്ഷേ ഞാൻ കണ്ട് ചുമ്മാ റിസർച്ച് ചെയ്ത് മേടിച്ചതാണ്. അപ്പോൾ പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണിത്. ബംപ് ഹൈഡ്രേറ്റിംഗ് ക്രീം ആണെങ്കിലും ദിസ് ഇസ് മൈ തേർഡ് വൺ. 3ാമത്തെ ആണ് ഇത് ഞാൻ മേടിച്ചിരിക്കണേ. ബിക്കോസ് അത്രയും ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇത് ഫേസ് വാഷ്, ഇത് എൻ്റെ 2ാമത്തെയാണ്. പിന്നെ ഇത് ബംപ് ഹൈഡ്രേറ്റിംഗ് നറിഷിംഗ് ബെല്ലി എലിക്സിർ ഓയിൽ. ദിസ് ഹാസ് ബ്ലെൻഡ് ഓഫ് 10 ഓയിൽസ്. അതായത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് പ്രഗ്നൻസി ഫ്രണ്ട്ലി പ്ലാന്റ് ബേസ്ഡ് നാച്ചുറൽ ഫ്രാഗ്രൻസ്. സോ ദിസ് ഈസ് എ വെരി ഹൈലി റെക്കമെൻഡഡ് പ്രൊഡക്റ്റ് വിച്ച് ഐ വിൽ സേ ഫോർ ഓൾ ദി പ്രഗ്നൻറ്റ് വിമൻ. ഞാനിപ്പം യൂഷ്വലി എന്താ ചെയ്യാന്ന് വെച്ചാൽ മോർണിംഗ് ആൻഡ് നൈറ്റ് ഐ അപ്ലൈ ദിസ് ഓയിൽ, ആൻഡ് ഇൻ ബിറ്റ്വീൻ ഓൾസോ ഐ അപ്ലൈ ദിസ് ഓയിൽ ഓൾവേസ്, ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ഐ അപ്ലൈ ദിസ് ക്രീം. ഇത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടും ഐ ഡു ഹാവ് സ്ട്രെച്ച് മാർക്സ് ഇൻ മൈ stomach.
സ്ട്രെച്ച് മാർക്സ് ഞാനിപ്പം ഐ വാസ് വെരി എന്താ പറയുക പ്രഗ്നൻ്റ് ആയപ്പോൾ സ്ട്രെച്ച് മാർക്സ് വരുമോ വരാണ്ടിരിക്കുമോ, അപ്പോൾ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രം ദ ഫസ്റ്റ് മന്ത് ഐ യൂസ് ടു യൂസ് എ ലോട്ട് ഓഫ് പ്രൊഡക്ട്സ് ഇച്ചിരി ഓവർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു സ്ട്രെച്ച് മാർക്സ് ഒക്കെ നല്ലോണം വന്നിട്ടുണ്ട്. പക്ഷേ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്താൽ വരുന്നത് പെട്ടെന്ന് പോകും എന്നാണ് പറയാറ്. അതായത് ഇപ്പം നമുക്ക് റെഡ് കളറിൽ വരുന്ന സ്ട്രെച്ച് മാർക്സ് ഒക്കെ പെട്ടെന്ന് ലൈറ്ററായി പോകാനായിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു പ്രൊഡക്റ്റ് ഫോർ സ്ട്രെച്ച് മാർക്സ് what I heard from all the creators എന്നിട്ട് ഞാൻ മേടിച്ചതാണ് this one, Palmer's Cocoa Butter Formula. പക്ഷേ I heard from one of my friend ഇപ്പോൾ postpartum 1 or 2 year കഴിഞ്ഞിട്ടും her stretch marks are still the same. അതായത് കുറച്ച് പോലും ഫെയ്ഡ് ആയിട്ടില്ല എന്ന് ഞാൻ കേട്ടപ്പം I stopped using this. ബിക്കോസ് നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ് നമുക്ക് വിശ്വസിച്ച് തേക്കുമ്പോഴേ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. സോ അതിൻ്റെ ഇടയിൽ ഞാൻ ഇത് നിർത്തി ഇത് തുടങ്ങിയ സമയത്തായിരുന്നു ഞാൻ ഇത് കേട്ടത്. സോ വേഗം ഞാനിപ്പോൾ ഇത് നിർത്തി ഐ ആം ബാക്ക് ടു ദിസ് വൺ. ടു ബി ഓണസ്റ്റ് അങ്ങനെ ചെയ്യരുത്. ലൈക്ക് ട്രസ്റ്റ് എ പ്രൊഡക്റ്റ് ആൻഡ് യൂസ് ഇറ്റ് ഫ്രം ദ ബിഗിനിങ്. I would suggest that for your belly or wherever you have stretch marks, ഇപ്പോൾ ലെഗ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ ബാക്ക് ആണെങ്കിലോ എവിടെയാണെങ്കിലും ലൈക്ക് ആദ്യം മുതൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യാം. ആൻഡ് the best thing to use for stretch marks is parachute oil. Parachute എന്നല്ല, വെളിച്ചെണ്ണ. ബിക്കോസ് വെളിച്ചെണ്ണ ആൻഡ് ആൽമണ്ട് ഓയിൽ ഇസ് ടു ഗുഡ്. ഇതൊക്കെ ഞാൻ കുറച്ച് ലേറ്റായിട്ട് അറിയണേ. ലൈക്ക് അറൗണ്ട് സ്ട്രെച്ച് മാർക്സ് ഒക്കെ വന്നതിന് ശേഷമാണ് ഞാൻ അറിയണേ ഇങ്ങനെ ഓയിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണെന്നുള്ളത്. സോ ഇപ്പം ഡെയിലി നമ്മൾ കുളിക്കുമ്പോൾ ബിഫോർ കുളി ഇങ്ങനത്തെ ഓയിൽ യൂസ് ചെയ്യുന്നത് ഇസ് വെരി ഗുഡ്. ഹോൾ ബോഡി തേക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. അപ്പം ദിസ് ഓയിൽ ആൻഡ് ആൽമണ്ട് ഓയിൽ ദാറ്റ് വിൽ നറിഷ് യുവർ ബെല്ലി. ലൈക്ക് നമുക്ക് ആ ഒരു സ്ട്രെച്ച് ആ ഒരു ഫീലൊക്കെ നല്ലോണം കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഓയിൽ യൂസ് ചെയ്തിട്ട്. സോ കറൻ്റ്ലി വാട്ട് ഐ എം യൂസിങ് ഇസ് ദിസ് ഓയിൽ ആൻഡ് ദി ഒറിമി പ്രൊഡക്ട്സ് ദാറ്റ് ഐ ഷോഡ് യു, ദ ബംപ് ഹൈഡ്രേറ്റിംഗ് ക്രീം ആൻഡ് എവറിത്തിങ്. സോ നൈറ്റിൽ ഞാൻ എൻ്റെ സ്കിൻ കെയർ എന്ന് പറയാനാണെങ്കിൽ പണ്ട് ഞാൻ ഒന്നും ചെയ്യില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒറിമി പ്രൊഡക്റ്റ്, ദിസ് ഇസ് നോ റെറ്റിനോൾ ഫേഷ്യൽ റിന്യൂ സെറം. ഈ സെറം ലൈക്ക് യു പുട്ട് എ ഫ്യൂ ഡ്രോപ്സ് ഓവർ യുവർ ഫേസ് ആൻഡ് ഫോളോഡ് ബൈ മോയ്സ്ചറൈസർ, ദിസ് വൺ or the other one which I showed you earlier. So ഇതാണ് എൻ്റെ നൈറ്റ് റൂട്ടീൻ. ആൻഡ് ഇത് അവർ പറയുന്നത് യൂസ് ഇറ്റ് ട്വൈസ് എ ഡേ എന്നാണ്. പക്ഷേ ഞാനിപ്പോൾ എന്ത് പ്രൊഡക്ട്സും ഇവർ പറയുന്ന അത്രയും നമ്മൾ യൂസ് ചെയ്യരുതല്ലോ, കുറച്ച് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായി, ഐ തിങ്ക് മോർ ദൻ 3 months, ആൻഡ് ഇറ്റ് ഈസ് വർക്കിംഗ്. ബിക്കോസ് ദ നെക്സ്റ്റ് ഡേ യു ക്യാൻ ഫീൽ എ ഗ്ലോ ഇൻ യുവർ ഫേസ്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയ ആൾക്കാരും പ്രഗ്നൻ്റ് അല്ലാത്ത ആൾക്കാർക്കും ടു ബി ഓണസ്റ്റ് ഈ പ്രഗ്നൻസി ഫ്രീ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ബിക്കോസ് അതിൽ കെമിക്കൽസ് എല്ലാം കുറവായിരിക്കും. അപ്പോൾ ഐ വുഡ് സജസ്റ്റ് ദിസ് ഇസ് എ 10 on 10 ഫേഷ്യൽ സെറം ഓഫ് ഒറിമി. ഇത് അടിപൊളിയാണ്. പിന്നെ ദ ക്വസ്റ്റ്യൻ വിച്ച് ഐ ഓൾവേസ് ഗെറ്റ് റിങ്കിൾസ് അണ്ടർ ഐസ് ഒക്കെ എന്താ ചെയ്യാറ്? അതും ഡോട്ട് ആൻഡ് കീയുടെ പാച്ചസ് ആണ് ഞാൻ യൂസ് ചെയ്യണേ. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് എന്താ കുറച്ചധികം നാളെ ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കണ്ടോ, ദീസ് ആർ very easy to use. So the watermelon cooling hydrogel eye patches, I would suggest this because this is also നമുക്ക് dark circles ഒക്കെ ഇച്ചിരി കുറയുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് യൂസ് ചെയ്തിട്ട്. The lip balm which I use is Lineage. ഇത് tinted അല്ല, ഒട്ടും tinted അല്ല, പക്ഷേ this is very hydrating. Tinted വേണം, കുറച്ച് tinted. ചില സമയത്ത് എനിക്ക് ലിപ് ബാം ഇടുമ്പോൾ ഒരു ഇച്ചിരി tint വേണം because you cannot always wear lipstick. ഇപ്പം പെട്ടെന്ന് അടുത്തൊക്കെ പോകാനായിട്ട് നമുക്കിങ്ങനെ കുറച്ച് ടിൻറ്റൊക്കെ വേണമെങ്കിൽ ഞാൻ ബേബി ലിപ്സിൻ്റെയാണ് യൂസ് ചെയ്യാറ്. അതിൽ ഇച്ചിരി ടിൻറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് വെരി നൈസ്. ഒരു നാച്ചുറൽ, ഇറ്റ് ഗിവ്സ് യു എ നാച്ചുറൽ ലുക്ക്. സോ ദാറ്റ് ഈസ് ഓൾസോ എ നൈസ് തിങ്. പിന്നെ ഞാനൊരു സാധനം യൂസ് ചെയ്യുന്നത് ഗൈസ്, അതായത് ഇപ്പോൾ മോർണിംഗ് റൂട്ടീൻ നമുക്ക് പുറത്ത് പോകാനുണ്ടെങ്കിൽ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ട് പൗഡർ ഇടും. ഓക്കെ, ഐ ഡോണ്ട് നോ, ഐ മീൻ എനിക്കത് ഭയങ്കര, ബിക്കോസ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എൻ്റെ സ്കിൻ. അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ പൗഡർ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഫിനിഷ് കിട്ടുമല്ലോ. ദാറ്റ് ഈസ് ആക്ച്വലി വെരി നൈസ്. ഐ മീൻ യു വിൽ ഫീൽ വെരി ഫ്രഷ്, എസ്പെഷ്യലി എൻചാൻറ്റർ. അത് ഞാൻ ചെറുപ്പം മുതലേ ഇടുന്നതാണ്. പിന്നെ ദ അണ്ടർ ആം റോൾ ഓൺ ഫോർ അണ്ടർ ആം പിഗ്മെൻറ്റേഷൻ. സോ ബിഫോർ പ്രഗ്നൻസി ഐ ഹാഡ് പിഗ്മെൻറ്റേഷൻ. ഡ്യൂറിങ് പ്രഗ്നൻസി എന്തായാലും ഉണ്ടാവും, നമുക്ക് ഇൻറ്റിമേറ്റ് ഏരിയാസിലൊക്കെ നല്ല പിഗ്മെൻറ്റേഷൻ ആണ്. പക്ഷേ
ബിഫോർ പ്രഗ്നൻസി എനിക്ക് കുറച്ചുണ്ടായിരുന്നു. പക്ഷേ വെൻ ഐ യൂസ് ദിസ് ഈസ് മിനിമലിസ്റ്റിൻ്റെ അണ്ടർ ആം റോൾ ഓൺ. സോ വെൻ ഐ യൂസ് ദിസ് ലൈക്ക് നല്ല ഇറ്റ് വർക്ക് ലൈക്ക് മാജിക്. നല്ല കുറവുണ്ടായിരുന്നു, നല്ലോണം കുറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഡ്യൂറിങ് പ്രഗ്നൻസി ഇറ്റ് ഇസ് കം ബാക്ക്. ബട്ട് ദെൻ ഇതെല്ലാം തിരിച്ചു പോകും ആഫ്റ്റർ ദ പ്രഗ്നൻസി. ആൻഡ് ഡ്യൂറിങ് പ്രഗ്നൻസി ഐ യൂസ് ദിസ് ഫോർ ഇപ്പം ഓർഡർ. ഇത് നമുക്ക് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ മാത്രമല്ല ഓർഡർ കുറയ്ക്കാനും നല്ലോണം ഹെൽപ്പ് ചെയ്യും. സോ ഡ്യൂറിങ് പ്രഗ്നൻസി ഓൾസോ ഐ യൂസ് ദിസ്. ഐ ആസ്ക് മൈ ഡോക്ടർ ലൈക്ക് ഇസ് ഇറ്റ് സേഫ്. സോ ഷീ സെഡ് ഇറ്റ്സ് ഫൈൻ. അപ്പം ഞാനത് ഇതും യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഐ കൈൻഡ് ഓഫ് സ്റ്റോപ്ഡ് ബിക്കോസ് ഇപ്പം അതൊന്നും യൂസ് ചെയ്യാനുള്ളൊരു മൂഡില്ല. അതുകൊണ്ട് ഐ സ്റ്റോപ്ഡ്. ആൻഡ് ദി മേക്കപ്പ് റിമൂവർ വിച്ച് ഐ യൂസ് ഇസ് ദിസ് വൺ. ദിസ് ഇസ് ഫ്രം മിനിസോ. ഇത് ഞാൻ കുറച്ചധികം വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ ലിപ്സ്റ്റിക്ക് മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. സോ ദീസ് ആർ ദ പ്രൊഡക്ട്സ് വിച്ച് ഐ യൂസ് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ഓൾസോ ബിഫോർ പ്രഗ്നൻസി ഓൾസോ. ഞാൻ കാണിച്ചു എന്തൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന്. ഇതൊന്നും അത്രയ്ക്ക് വലിയ സംഭവങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാലും എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചത് കൊണ്ട് ഐ എം ജസ്റ്റ് ഷോയിങ് ഇറ്റ്. ആൻഡ് ഇതിൽ ദ മോസ്റ്റ് റെക്കമെൻഡിങ് തിങ് ഇസ് ദി ഒറിമി ബ്രാൻഡ്. അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവണമെന്നാണെങ്കിൽ ഈ ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുക നല്ലതായിരിക്കും. ഓക്കെ, ബൈ.